നമസ്കാരം. മെഡിക്കൽ കോളേജുകളിലെ ഗുരുതരാവസ്ഥയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ആരോഗ്യ സംവിധാനങ്ങളെയും വകുപ്പ് മന്ത്രിയെയും നേതാക്കൾ കടക്കറ്റ് വിമർശിച്ചു. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ രോഗികൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തു വരുന്നുണ്ട്. അതിനിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ ഉപകരണങ്ങൾ ബോധപൂർവം നശിപ്പിച്ചുവെന്ന പരാതി മുൻ കൗൺസിലർ GS ശ്രീകുമാർ ആവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തെ ശുദ്ധീകരിക്കാൻ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമല്ലേ? ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ആരോഗ്യ രംഗത്ത് നടക്കുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. രണ്ടുമുണ്ട്. അഴിമതി, കൊള്ള, വെറും അഴിമതിയല്ല, കൊള്ള, തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത്. ആരോഗ്യരംഗത്ത് നടക്കുന്ന തീവട്ടിക്കൊള്ള കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടിക്കൊണ്ടാണ് ഈ സർക്കാർ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞത്, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഈ ഗവൺമെന്റ് ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. വർത്താനം കേട്ടാൽ PR ഏജൻസികൾ വഴി നടത്തുന്ന പ്രചരണം കേട്ടാലോ? കഴിഞ്ഞ ആരോഗ്യമന്ത്രിയും ഈ ആരോഗ്യമന്ത്രിയും മുഴുവൻ പരിപാടി PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ്. ഈ പൂജ്യങ്ങളെല്ലാം യോജിക്കുന്നത് വീണ ജോർജിനാണ്. പൂജ്യങ്ങൾ മുഴുവൻ കൂടി ചേർത്ത് അവർക്ക് ഒരു അംഗീകാരം കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒന്നും ഞങ്ങളുടെയല്ല, പൂജ്യമൊക്കെ വീണ ജോർജിനുള്ളതാണ്. സ്വന്തം വകുപ്പിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആരോഗ്യമന്ത്രി അവരാണ് ഒരു വലിയ പൂജ്യം. അത് മനസ്സിലാക്കണം. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ, പരാതിക്കാരനായ ശ്രീ GS ശ്രീകുമാർ, KGMCTA കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഡോക്ടർ ഷിബു, വണ്ടാനം മെഡിക്കൽ കോളേജ് ജാഗ്രതാ സമിതിയിലെ ശ്രീ UM കബീർ എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ SS ലാൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിവിധ ഇടങ്ങളിൽ പല സ്വഭാവത്തിലും പല തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ, അവഹേളനങ്ങൾ, അവഗണനകൾ, ശരിയായ ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോരേണ്ട സാഹചര്യം, പിന്നെ അമിതമായി പണം ഈടാക്കുന്ന സാഹചര്യം, വേണ്ട ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ലാത്ത ദുരവസ്ഥ, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് രോഗികൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പേരിൽ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെ, ആരോഗ്യരക്ഷാ സംവിധാനങ്ങളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയുമല്ല. കാരണം ഏറ്റവും വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ, ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ കഴിയുന്ന രീതികൾ, ഏത് അടിയന്തര സാഹചര്യത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ആതുരാലയങ്ങൾ എന്ന നിലയിലൊക്കെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ആശുപത്രികൾ പല നിലയ്ക്കും നമുക്ക് നല്ല മാതൃകകളായി മാറിയിട്ടുമുണ്ട്. പക്ഷേ ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ രോഗികളെ തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനമുണ്ട് എന്ന് രോഗികൾ പരാതിപ്പെടുന്നു. പലപ്പോഴും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന തരത്തിലുള്ള മനോഭാവം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നുണ്ട് എന്ന് അവർ സംശയിക്കുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇപ്പോൾ ഈ പരാതിയൊക്കെ വന്ന ശേഷം ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിലെത്തിച്ചാണെങ്കിലും ശസ്ത്രക്രിയകൾ ഇപ്പോൾ നടത്താൻ സർക്കാരിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പണമില്ലാത്തതിൻ്റെയും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടുമാണോ നമുക്ക് നേരിടേണ്ടി വരുന്നത്? അതോ ഇത് വകുപ്പിന്റെ തികഞ്ഞ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണോ? ഇന്നലെ ആരോഗ്യമന്ത്രി എന്നെ സംബന്ധിച്ചു സിസ്റ്റം തകരാറാണ്, സംവിധാനത്തിന്റെ തകരാറാണ്. ഞങ്ങളൊക്കെ ഒരു 4 കൊല്ലം മുമ്പ് കോവിഡ് സമയത്ത് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട്. സിസ്റ്റത്തിന്റെ തകരാറാണ്. ഒരു മന്ത്രി എന്ന് വിചാരിച്ചാൽ, പ്രത്യേകിച്ച് ഈ ആരോഗ്യ രംഗത്ത് പ്രത്യേകിച്ച് വൈദഗ്ധ്യമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ പാർട്ടിയിൽ താരതമ്യേന ചെറിയ ലെവലിലുള്ള ഒരു മന്ത്രി വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ആരോഗ്യ സംവിധാനത്തിന്റെ മൊത്തം പ്രശ്നമാണ്. ഇതിപ്പോ ഞങ്ങളൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളെയൊക്കെ ആക്രമിക്കുകയും രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോ നമ്മുടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞപ്പോൾ എല്ലാം വ്യക്തമായില്ലേ? ഡോക്ടർ ഹാരിസിന്റെ അല്ല, ഒരുപാട് ഹാരിസ്മാർ അവിടെ ഉണ്ട്. ഭയന്ന് പറയാത്തതോ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിയന്ത്രണം കൊണ്ട് പറയാത്തതാണ്. ഇതിന് തൊട്ടും വരുന്ന ഡോക്ടർ എൻ്റെ ക്ലാസ്മേറ്റാണ്, യൂറോളജിസ്റ്റ്, വളരെ നല്ലൊരു ഡോക്ടറാണ്. അദ്ദേഹം പ്രൊവിഡന്റ് ഫണ്ട് ലോൺ എടുത്താണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ആശുപത്രിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ അവസ്ഥയാണ്. ഹാർട്ട് ഓപ്പറേഷൻ ചെല്ലണമെങ്കിൽ, ഏത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതിനകത്ത് പലപ്പോഴും പറയും രാഷ്ട്രീയത്തിന് എന്ത് യാഥാർത്ഥ്യമാണുള്ളത്? ഇവിടെ എന്ത് രാഷ്ട്രീയമാണത്? ഒരു ഗവൺമെന്റ് പരാജയമാണ്. ഭരിക്കുന്ന ഗവൺമെന്റിലേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇടത് രോഗമാണോ വലത് രോഗമാണോ ഒന്നുമില്ല, ഇടത് അസുഖമോ വലത് അസുഖവും ഇല്ല, ജനങ്ങളുടെ അസുഖമാണ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. ഞാനിപ്പോൾ ഒരു ചികിത്സയ്ക്കായിട്ടൊരു സ്വകാര്യ ആശുപത്രി വന്നിരിക്കുകയാണ്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ. 43 വർഷം മുമ്പ് തുടങ്ങിയാണ്. എനിക്ക് അവിടെ എല്ലാവരും അറിയാം. കൂടെ പഠിച്ചവരാണ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർമാർ. പക്ഷെ എനിക്ക് അവിടെ പോയാൽ അവിടെ എനിക്ക് രക്ഷയില്ലാന്ന് എനിക്കറിയാം. ഒന്നും വേണ്ട. ശ്രീ അച്യുതാനന്ദൻ എവിടെ ഇപ്പോൾ ചികിത്സ നടക്കുന്നത്? പ്രൈവറ്റ് ആശുപത്രിയിലാണ്. ആരോഗ്യമന്ത്രി സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും നല്ലതാണെങ്കിൽ ശ്രീ അച്യുതാനന്ദൻ അവിടെയല്ലേ കൊണ്ടുപോകേണ്ടത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഡോക്ടർമാർ ഏറ്റവും നല്ലതാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇവിടെ തിരുവനന്തപുരത്ത് പഠിച്ചവരും അല്ലാത്തവരും ഒക്കെ നയിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. നഴ്സുമാർ നല്ലതാണ്, മറ്റ് സ്റ്റാഫ് നല്ലതാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോവിഡ് സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരുന്നതാണ്, എഴുതി കൊടുത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓടിച്ചു പോകണമെങ്കിൽ, സാധാരണ ഇതിൽ ഓടിച്ചു പോകണമെങ്കിൽ 1200 അധികം സ്റ്റാഫ് വേണമെന്ന്. ഒരാളെ കൊടുത്തിട്ടില്ല. ഉള്ള ആൾക്കാർ ഒഴിഞ്ഞു പോവുകയാണ്. വാക്ക് ഇൻ ഇന്റർവ്യൂ വെച്ച് നടത്തിയാൽ പോലും വരാൻ ഡോക്ടർമാരെ തയ്യാറല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഒന്ന് പോയി നോക്കണം. അവിടെ ഒരു കമ്പോളം പോലെയാണ്. ഡോക്ടർമാരും നഴ്സുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. വഴിയിൽ മൃതപ്രായനായിരുന്ന ഒരാളെ ഞാൻ എടുത്തുകൊണ്ട് പോയി. എനിക്ക് ആ രോഗിയെ, ബോധമില്ലാതെ കിടക്കുന്ന രോഗിയെ സ്ട്രെച്ചർ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. ഒരു ഡോക്ടർ കാണാനായിട്ട് 15 മിനിറ്റ് എടുത്തു. അവിടുത്തെ സകല ഡോക്ടർമാരും തിരക്കിട്ട് ഓടുകയാണ്. ആ സാഹചര്യത്തിൽ ഡോക്ടറും നഴ്സിനും വർക്ക് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഭൂതി വീർപ്പിച്ച കണക്കുകളും കേരള നമ്പർ 1 ആണെന്ന് പഴയ തറവാട്ടുകാർ പറയില്ല. സകലവും വിറ്റ് ദാരിദ്ര്യത്താലും പറയും നല്ല പേര് കേട്ട തറവാടാന്ന് പറയും. അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. ഞാനൊക്കെ പറയുന്നത് 43 വർഷത്തെ ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് വേദനയോടെ പറയണം. അത് ഏത് സർക്കാർ ഭരിച്ചെങ്കിലും ഞാനിത് പറഞ്ഞേനെ. ഇത് പരിഹരിച്ചേ പറ്റുള്ളൂ. മനുഷ്യർ ബുദ്ധിമുട്ടുകയാണ്. സകല ചികിത്സയ്ക്കും പുറത്തുനിന്ന് പൈസ വാങ്ങേണ്ടതാണ്. ചികിത്സ താമസിക്കുന്നു, കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല. ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും അസ്വസ്ഥരാണ്. അത് പരിഹരിക്കണമെങ്കിൽ കാതലായ മാറ്റം വേണം. ഇപ്പൊ ഹെലികോപ്റ്ററിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാനുള്ള മന്ത്രി വെച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പണി അതല്ല. അതൊക്കെ ചെറിയ DMOമാർ ചെയ്യേണ്ടതാണ്. ഈ സിസ്റ്റം പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ മരുന്ന് കൊണ്ടുവരേണ്ടത്. അല്ല ഡോക്ടർ എസ് ലാൽ, ഒന്നുകൂടി ഇത് കാണുന്ന പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാകാനാണ്. കാരണം കേരളത്തിൽ വരുന്ന എത്രയോ ദരിദ്രരായിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ അത്യാധുനിക അല്ലെങ്കിൽ ഏറ്റവും മികച്ച ചികിത്സ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുകളിലേക്ക് പാഞ്ഞെത്തിയവർ, അങ്ങനെ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മുടെ ആശുപത്രികൾക്ക് സംഭവിക്കുന്നത്, എങ്ങനെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നതിലൊക്കെയുള്ള നിർദ്ദേശങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ടാകും. അവരോട് ഡോക്ടർ എസ് ലാൽ, താങ്കൾ പ്രശ്നമുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ആ പ്രശ്നത്തിൻ്റെ ദുരവസ്ഥ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ പ്രശ്നക്കാരാരാണ്? പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ആരുടെ ഭാഗത്താണ് ഇനിഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത്? ഇപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ്. ആരോഗ്യമന്ത്രി അങ്ങനെ പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ അവർ മാധ്യമപ്രവർത്തകരെ, പൊതുജനങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വിശാലമായ അർത്ഥത്തിലാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ലല്ലോ. എവിടെ തുടങ്ങണം ഇതിന്റെ മാറ്റം? ഇപ്പൊ മാറ്റി പറയുന്നതാണ്. ആരോഗ്യമന്ത്രി ചെയ്തൊരു നല്ല കാര്യമാണ്. അറിയാതെങ്കിലും പറഞ്ഞു സിസ്റ്റത്തിന്റെ തകരാറാണ്. നമ്മൾ ഇതുവരെ പ്രശ്നം അംഗീകരിക്കാത്തതുകൊണ്ടാണ്, പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിക്കാത്തതുകൊണ്ടാണ് പരിഹാരത്തിന് നിർദ്ദേശമില്ലാത്തത്. ഒരാൾക്ക് പ്രശ്നമില്ലെന്ന് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇപ്പൊ മന്ത്രി സമ്മതിച്ചു സിസ്റ്റത്തിന് തകരാറുണ്ടെന്ന്. ആ സിസ്റ്റം ഈ ഒരു മന്ത്രിയുടെ മാത്രം കുറ്റമൊന്നുമല്ല പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം ഞാൻ പറയാം. മന്ത്രി അസംബ്ലിയിൽ പറഞ്ഞതും ആരോഗ്യമന്ത്രി, ധനകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്ക്. ആരോഗ്യമന്ത്രി പറഞ്ഞത് രോഗികളുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. നമുക്കത് മുഖവിലേക്ക് എടുക്കുക. രോഗികളുടെ എണ്ണം കൂടിയെന്ന്. ധനകാര്യമന്ത്രി പറയുകയാണ് ഞാൻ ഒരു പൈസ പോലും വെട്ടിക്കുറച്ചിട്ടില്ല. രോഗികളുടെ എണ്ണം കൂടുമ്പോൾ ധനകാര്യമന്ത്രി എന്താ പറയുന്നത്? ഞാൻ അനുസരിച്ച് ധനം കൂടുതൽ കൊടുത്തു എന്നാണ്. നിങ്ങൾ ബജറ്റുകൾ പരിശോധിച്ച് നോക്കൂ. 1 രൂപ കൂട്ടിയിട്ടുണ്ടോ ഓരോ ബജറ്റിലും? നമ്മൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അവിടെ GDPയുടെ 16% ആരോഗ്യത്തിന്. നമുക്ക് വേണ്ട, നമുക്ക് 2-ന് താഴെയാണ്. 2% താഴെയാണ്. അപ്പോൾ ആരോഗ്യമന്ത്രിക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ ബജറ്റ് വരുമ്പോഴത്തേക്ക് പറഞ്ഞു എനിക്ക് ബജറ്റ് കൂട്ടിത്തരണം. അത് നടക്കുന്നില്ല. ഇനി വർഷാവർഷം കൂടണം, നടക്കുന്നില്ല. പിന്നെ ആരോഗ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞ് രോഗികളുടെ എണ്ണം കൂടുകയാണ്. ഇന്ന് രാവിലെ ചർച്ചയിൽ പലയിടത്തും കേട്ടു സർക്കാർ ആശുപത്രികളുടെ മെച്ചപ്പെട്ട അവസ്ഥയുള്ള ഒരുപാട് ആശുപത്രികളുണ്ട്, നല്ല ഡോക്ടർമാരുമുണ്ട്. പക്ഷെ അവർക്ക് താങ്ങാവുന്ന വേണ്ടി എത്രയോ ഇരട്ടിയാണ് അവിടെ വരുന്നത്. ഞാൻ സർക്കാർ ആശുപത്രി വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. നമുക്ക് താങ്ങാൻ പറ്റില്ല. കാർഡിയോളജിയിൽ 700 പേരാ വരുന്നത്, ഒരാൾ 250 പേരെ നോക്കും. ഡോക്ടർ, ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ആശുപത്രികൾക്ക് നേരെ ഇത്ര വലിയ ആക്രമണം, അതായത് ഞാൻ പറഞ്ഞത് വിമർശനങ്ങൾ കൊണ്ടുള്ള ആക്രമണം നടക്കുമ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൃദയ ചികിത്സകൾ നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതുപോലെ 2021 ഈ സൗജന്യ ചികിത്സ ലഭിക്കുന്നവരുടെ എണ്ണം, ലഭ്യമാക്കിയവരുടെ എണ്ണം 2.5 ലക്ഷമായിരുന്നുവെങ്കിൽ 2024 ആകുമ്പോൾ
ആയപ്പോൾ അത് 6.5 ലക്ഷമായി ഉയർന്നു. അതുപോലെ തന്നെ ആർദ്രം പദ്ധതിയിലൂടെ 1000-ൽ പരം തസ്തികകൾ സൃഷ്ടിച്ചു. അങ്ങനെ ഈ സംവിധാനങ്ങളൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ടു വരുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി അവകാശപ്പെടുന്നത്. ഇതൊക്കെ പൊള്ളയായ അവകാശവാദങ്ങളാണോ ഡോക്ടർ? ഒരു പരിസര പൊള്ള അവകാശവാദമാണ്. ഇപ്പൊ കേരളത്തിൽ രോഗികൾ ഏറ്റവും കൂടുതലുണ്ടെന്ന് പറയുന്നത് ഇവിടെ ആരോഗ്യ അവബോധം കൂടുതലാണ്. മരിക്കാറായാൽ പോലും ഉത്തർപ്രദേശിലെ രാജസ്ഥാനിലെ ആളുകൾ പോകില്ല, ഇവിടെ തുമ്മൽ വന്ന ഡോക്ടറെ അടുത്ത് പോകും. അപ്പൊ ഇവിടെ രോഗികൾ കൂടുതലുണ്ടെന്ന് പറയുന്നത് കേരളത്തിൽ മഴ കൂടുതലാന്ന് പറയുന്ന പോലെ അത് മന്ത്രിയുടെ ചോണയാണ്, ജലസേന മന്ത്രി കഴിച്ചാണ് കേരളത്തിൽ മഴ കൂടുന്നത്. ഇവിടെ ആളുകൾ ആശുപത്രി പോകുന്നത് കൊണ്ടാണ്, ആൾക്ക് ആരോഗ്യ അവബോധം ഉള്ളതുകൊണ്ടാണ്, സാക്ഷരത ഉള്ള സ്ത്രീ സാക്ഷരത ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആൾ നേരത്തെ ആശുപത്രിയിൽ എത്തുകയാണ്. രോഗികളുടെ എണ്ണം ഉണ്ടെന്നുള്ള. പിന്നെ കോവിഡ് വന്നതിന് ശേഷം പല ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ട് അറിയുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംശയമുണ്ട്, ആളുകൾ പെട്ടെന്ന് ആശുപത്രിയിൽ പോകും. പിന്നെ കോവിഡ് വന്നപ്പോൾ സാമ്പത്തിക സ്ഥിതി എല്ലാവരുടെയും മോശമായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ പോകുന്നതാണ്. ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ അവസ്ഥയിൽ ആശുപത്രിയിൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് പോകും. എനിക്കിത് കേട്ടോണ്ടിരിക്കേണ്ടവർ പറയേണ്ടത്, സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ നഴ്സുമാർ സംവിധാനം നല്ലതാണ്. അവിടെ തിരക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കിട്ടാൻ താമസം ഉണ്ടാകുന്നതാണ്. ഡോക്ടർമാരൊക്കെ നല്ലതാണ്. ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അസുഖങ്ങൾക്ക് തൊട്ടടുത്തുള്ള ആശുപത്രി പോവുക. മെഡിക്കൽ കോളേജുള്ള ആശുപത്രികൾ നമ്മളൊരു തലവേദന വന്നാലൊക്കെ അവിടെ പോയി ക്യൂ നിന്ന് അവിടെ തിരക്കുണ്ടാക്കരുത്. കാരണം സ്വാധീനമുള്ള മന്ത്രി വിളിച്ചു പറയുന്നവൻ്റെ തലവേദന ആദ്യം കാണും, തല ഇടിച്ചവൻ്റെ നോക്കാൻ അവസാനമായിപ്പോകും. അപ്പൊ അത് നമ്മൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈ എല്ലാ രാജ്യത്തും വികസിച്ച നാടുകളിലെ ഒരു ഫാമിലി ഡോക്ടർ സംവിധാനമൊക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് തൊട്ടടുത്ത ഡോക്ടർ പോകും. കൊച്ചാവശ്യങ്ങൾക്ക് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയി തിരക്ക് കൂട്ടണമെന്നുള്ള ജനങ്ങളോട് പറയാവുന്നതാണ്. പക്ഷെ ജനങ്ങൾക്ക് സംവിധാനങ്ങൾ വേണ്ടേ? പാവപ്പെട്ടവൻ എവിടെ പോവും? ആ പകരം സംവിധാനങ്ങൾ ഉണ്ടാകണം. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി, ഞാനിപ്പോൾ ചികിത്സയിലാണ്. എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് എല്ലാ ടെസ്റ്റുകളും പടപടാൻ നടന്നു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എഴുതി, എനിക്ക് ഡോക്ടർമാരെ പരിചയമുള്ളതുകൊണ്ടും ശമ്പളം ഉള്ളതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ഒരു സാധാരണക്കാർ ഓട്ടോറിക്ഷ തൊഴിലാളിയാണെങ്കിൽ അവൻ ഏതെങ്കിലും ആശുപത്രിയുടെ വാർഡിന്റെ സൈഡിൽ. ലാൽ ഡോക്ടർ, അങ്ങനെയാണല്ലോ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് പോലും ഏറ്റവും മികച്ച ചികിത്സ നൽകുക, ഏറ്റവും വലിയ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ അയാൾക്ക് പ്രാപ്യമാകുക. അങ്ങനെ ആവുമ്പോഴാണല്ലോ ഒരു സർക്കാർ അതിന്റെ പ്രവർത്തനവും, ഒരു ജനകീയ സർക്കാർ, ഒരു ജനാധിപത്യ സർക്കാർ അതിന്റെ പ്രവർത്തനം ഏറ്റവും മികവുറ്റതായി നടത്തുന്നെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. അല്ലാതെ സ്വകാര്യ ആശുപത്രികൾ കൂണുപോലെ മുളച്ചു പൊന്തി വലിയ തുകയും ഫീസും ഒക്കെ ഈടാക്കി ഡോക്ടർമാർക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കി എല്ലാ ചികിത്സകളും നടത്തുന്നില്ല അല്ലല്ലോ സർക്കാരിന് മേനി പറയാൻ പറ്റുക. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രശ്നം താങ്കൾ സൂചിപ്പിച്ചത്. ഒരു ഒറ്റ മിനിറ്റ് ഡോക്ടർ, നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളോടൊപ്പം ഈ മെഡിക്കൽ കോളേജ് വാർഡിലെ മുൻ കൗൺസിലറായ ശ്രീ GS ശ്രീകുമാർ ഉണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് ഒരു പരാതി ഉന്നയിച്ചിരുന്നു. അത് ഇതേ യൂറോളജി വകുപ്പിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഉപകരണം ബോധപൂർവം കേടാക്കി എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച പരാതി. അദ്ദേഹം ആ പരാതി കൊണ്ടുവന്നപ്പോൾ അതിലൊരു അന്വേഷണം നടക്കുകയും അത് ശരിയാണെന്ന് ആദ്യം പറയുകയും പിന്നീട് ആ പരാതി ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവം ശ്രീ GS ശ്രീകുമാറിനൂടെ പറയാനുണ്ടാകും. ശ്രീ GS ശ്രീകുമാർ, എന്തായിരുന്നു താങ്കൾ ഉന്നയിച്ച പരാതി? എന്തായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം? എന്ത് നടപടിയാണ് അതിന്മേലുണ്ടായത്? 2023 ഈ യൂറോളജി വിഭാഗത്തിലെ ഈ മൂത്രാശയത്തിലെ കല്ല് പൊടിച്ചു കളയുന്ന ഉപകരണം യന്ത്രത്തിന് അതിൻ്റെ ഒരു കേബിൾ, ഏകദേശം 5 ലക്ഷം വിലയുള്ള ആ കേബിള് അത് തകരാറിലായി എന്ന് ഒരു വാർത്താപത്രത്തിൽ വരുന്നു. പിറ്റേന്ന് DMEയുടെ നേതൃത്വത്തിൽ ഒരു സംഘം അന്വേഷിച്ചിട്ട് അത് മനഃപൂർവ്വം കേടാക്കിയതാണ് എന്ന് പറഞ്ഞ് പിന്നീട് റിപ്പോർട്ടുകളും വരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത്. അതിൻ്റെ തുടർന്ന് ജോയിൻറ്റ് DME ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിവിധ HODമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് അത് പരിശോധിക്കുകയും ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കമ്മീഷന് കൊടുക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് എനിക്ക് ലഭിക്കുകയും ചെയ്തു. ആ ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, യൂറോളജി വിഭാഗത്തിലെ സങ്കീർണവും വിലയേറിയതും അത്യാധുനികവുമായ ഉപകരണങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവ അശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഒരു വിദഗ്ധ സംഘം തന്നെ പരിശോധിച്ചപ്പോൾ ആ മിഷൻ ഉപയോഗിച്ചത് വേണ്ട പരിഗണന കൊടുത്തിട്ടല്ല എന്നുള്ളത് റിപ്പോർട്ട് തന്നു. അതോടൊപ്പം കഴിഞ്ഞ മാസം ശ്രീകുമാർ, ഇവിടെ രണ്ട് ഡോക്ടേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ ആ മെഷീൻ TURP എന്ന് പറഞ്ഞ ട്രാൻസ് യൂറിത്രൽ റിസക്ഷൻ ഓഫ് പ്രോസ്ട്രേറ്റ് എന്ന ശസ്ത്രക്രിയാ യന്ത്രമാണ് അല്ലേ? അതെ അതെ ശരി, അതെ 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 ശരി. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സംഭവിച്ച കാര്യം അതല്ല. ഈ ആശുപത്രിയിലെ ഉപകരണത്ത് അതിന് വേണ്ടപ്പെട്ട ഒരു
ഉപകരണം മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ആശുപത്രി വികസന സമിതിയിൽ കത്ത് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന് കത്ത് കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രിയപ്പെട്ട ഡോക്ടർ കയറി ഇറങ്ങി HDSലെ ഒരു സാധാ ക്ലർക്കിനെ പോലും തൊഴുതുകൊണ്ട് നിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കിയത് ഈ സംവിധാനമാണ്. ഈ സംവിധാനം എന്ന് പറയുമ്പോൾ ഞാനും ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും അല്ലെങ്കിൽ ഡോക്ടർ ലാലിനെ പോലെയുള്ള ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ഒന്നുമല്ല അതിൻ്റെ ഉത്തരവാദി. അതിൻ്റെ ഉത്തരവാദി ആരോഗ്യമന്ത്രി തലപ്പത്തിരുന്നു കൊണ്ട് ആരോഗ്യമന്ത്രിക്ക് കീഴിൽ ആശുപത്രി HDS വരെയുള്ള എല്ലാവരുമാണ് അതിൻ്റെ കണ്ണികൾ. ആ കണ്ണികളുടെ നേരെയാക്കാൻ മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമ്മതിച്ചിട്ട് പോയാൽ ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നോ? ഈ ഡോക്ടർ സാധാരണ ഉള്ള സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ശസ്ത്രക്രിയകൾ നടത്താൻ സാധിച്ചത്. അദ്ദേഹം വളരെ ദയനീയമായി അവസാന നിമിഷം ജോലി പോലും വേണ്ട, എന്നാലെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞ അന്നത്തെ ദിവസം DME ഉൾപ്പെടെ മീറ്റിംഗ് കൂടിക്കൊണ്ട് ആ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് അവർ തീരുമാനമെടുത്തത്. പക്ഷേ പൊതുസമൂഹവും പൊതുജനങ്ങളുമൊക്കെ ഡോക്ടറിനെ പിന്തുണച്ചുകൊണ്ട് അതിശക്തമായി സോഷ്യൽ മീഡിയ ഉൾപ്പെടെ രംഗത്ത് വന്നത് കണ്ടുകൊണ്ടാണ് മന്ത്രിയും DMEയും ഉൾപ്പെടെയുള്ളവർ അത് മാറ്റിക്കൊണ്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തുകയാണ്. ഡോക്ടർ സത്യസന്ധനാണ്, ഡോക്ടർ മഹാനാണ്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് എന്ന് പറയുകയും അദ്ദേഹത്തിനെതിരെയുള്ള നടപടി അവർ അവസാനിപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ന് ഹൈദരാബാദിൽ നിന്ന് ആ സാധനം വരുന്നു. ഇന്ന് ആ രോഗിക്ക് അവിടെ ചികിത്സ ലഭിക്കുന്നു, ശസ്ത്രക്രിയ നടത്തുന്നു. ഈ ഡോക്ടർ ഇത് തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മൂത്രാശയത്തിലെ കല്ലെന്ന് അസഹനീയമായ വേദനയുള്ള ഒരു സംവിധാനമാണ്. ആ വേദനയുമായി ഈ പാവപ്പെട്ട രോഗികൾ എത്രയോ മാസം കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ തുറന്നു പറഞ്ഞതുകൊണ്ട് 2 ദിവസത്തിനകത്ത് ഈ സാധനം ഇവിടെ എത്തി ശസ്ത്രക്രിയ നടന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ലാഘവത്തോടെ കാണാൻ കഴിയില്ല. ഇത് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലെ മാത്രം പ്രശ്നമല്ല. ഇത് ഡോക്ടർ പറയുമ്പോൾ അദ്ദേഹം HOD വന്ന അന്ന് മാത്രം ഉണ്ടായ വിഷയമല്ല. അതിനു മുമ്പ് 3-4 HODമാരുള്ളപ്പോഴുള്ള സംവിധാനത്തെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് കമ്മീഷനെ സമീപിച്ചത്. 2 കേസുകളാണ് കൊടുത്തത്. ഒന്ന്, അവിടുത്തെ ഉപകരണം നശിപ്പിച്ചതിനെക്കുറിച്ച് അന്വേഷിക്കണം. 2, ഈ ഉപകരണം ഇല്ലാത്തത് കൊണ്ട് അന്ന് 130ഓളം രോഗികൾക്ക് ശസ്ത്രക്രിയ നടത്താതെ മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ ആ സംഭവം 23 മുതൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് പുറത്തു വരുന്നില്ല. എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞാൽ ഇത് ആര് കേൾക്കാൻ സാധിക്കും? ഇന്ന് ഇത് ഇത്രയും ശ്രദ്ധ കിട്ടിയത് ഒരു യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവി തന്നെ പറയുമ്പോൾ അതിനത്ര ഗൗരവം കിട്ടിയിട്ട് അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കൾ വിരട്ടി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പിൻവലിപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അല്ലാതെ ആ സിസ്റ്റം നേരെയാക്കാനല്ല. ആ സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. മന്ത്രി ആ കുറ്റം ഇവിടുത്തെ ഒരു സൂപ്രണ്ടിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് അതിൽ തലയൂരാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത്. ഈ സൂപ്രണ്ടിനും അതിൽ വലിയ തരത്തിലുള്ള പിഴവ് പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ആശുപത്രി വികസന സമിതിയിൽ നിന്ന് അതിൽ കളക്ടറുടെ ഡോക്ടർ 3 ഉപകരണം എഴുതി കൊടുത്തപ്പോൾ ആ 3000-ൽ പരം രൂപയാണ്. ശ്രീകുമാർ, ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. KGMCTA ഡോക്ടർ ഷിബു നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഡോക്ടർ ഷിബു, KGMCTA ഇന്ന് പ്രതിഷേധത്തിന്റെ പാതയിലാണ്, നിങ്ങൾ സമരത്തിലാണ്. കാരണം അവിടെ കൂടുതൽ ഡോക്ടർമാർ വേണമെന്നതാണ്. ഇപ്പോൾ ഇവിടെ രോഗികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളും ഇല്ല എന്നൊരു വലിയ പരാതി നിങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് ഈ സന്ദർഭത്തിൽ ഉന്നയിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താണ്? വളരെ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ഈ കാര്യങ്ങൾ സർക്കാരിനെ യഥാസമയം അറിയിച്ചിരുന്നു? ഒന്നാമത്തെ കാര്യം, ഡോക്ടർമാരുടെ കുറവ് മാത്രമല്ല നമ്മുടെ ഡിമാൻഡ്. നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ച് ഡിമാൻഡ്സ് അധികമുണ്ട്. അതായത് 2016 നമ്മൾ ശമ്പള പരിഷ്കരണം നടത്തി. അവസാനത്തെ ശമ്പള പരിഷ്കരണം നടന്നത് 2016 അപ്പോൾ 2016 തൊട്ട് 2020 വരെയുള്ള ശമ്പള കുടിശ്ശിക നമുക്കിതുവരെ തന്നിട്ടില്ല. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളത് അതിന് വേണ്ടിയിട്ട് DME ഓഫീസും സെക്രട്ടേറിയറ്റൊക്കെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് അവർ ഉടനെ തരാം എന്നുള്ള രീതിയിൽ അത് നീട്ടിവെച്ചുകൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇത് ഇനിയും നമുക്ക് കാത്തിരിക്കാൻ ഇത്രയും വർഷമായി. ഇനി അടുത്ത ശമ്പള കമ്മീഷൻ അടുത്ത ഈ 2026 വരേണ്ടതാണ്. അപ്പോൾ അടുത്ത 1 വർഷമേ ഉള്ളൂ. അതിന് മുമ്പെങ്കിലും ഇത് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ
പ്രധാനമായിട്ടും അതാണ് നമ്മുടെ പ്രധാന ഡിമാൻഡ്. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ അഭാവം എല്ലാ മെഡിക്കൽ കോളേജിലും പല പല തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ മെഡിക്കൽ കോളേജ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 4 പുതിയ മെഡിക്കൽ കോളേജ് വന്നപ്പോഴും ഇവിടെയുള്ള മെജോറിറ്റി ഇവിടെയുള്ള ഡോക്ടർമാരെ പുനർവിന്യസിച്ചാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം കുറച്ച് തസ്തിക അനുവദിച്ചു, പക്ഷേ അതെല്ലാം അധ്യാപക തസ്തികകളല്ല. അപ്പം എന്നാലും ഇപ്പോഴും NMCയുടെ ഈ നോംസ് പ്രകാരം അതിൽ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും പുതിയതായിട്ട് വന്ന കാസർഗോഡും വയനാടും അവിടെ വളരെ തീരെ കുറവ് തസ്തികകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ഇപ്പം കഴിഞ്ഞ മാസവും പല മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരെ താൽക്കാലികമായിട്ട് NMC ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ NMC ഇൻസ്പെക്ഷൻ എന്നിപ്പോൾ തിരുവനന്തപുരത്തു നിന്നോ കോഴിക്കോട് നിന്നോ ആലപ്പുഴയിൽ നിന്നോ ഡോക്ടർമാർ അങ്ങോട്ട് പോകുമ്പോൾ ഈ നിലവിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ എണ്ണം കുറയുകയാണ്. ഓൾറെഡി അവിടെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അത് കൂടാതെ ഇവരെ മാറ്റുമ്പോഴത്തേക്ക് അവിടെ ഷോർട്ടേജ് കൂടുകയാണ്. അപ്പം രോഗികളെ ചികിത്സിക്കാനുള്ള ഡോക്ടർമാരുടെ എണ്ണം കുറയുന്നു. അതിനനുസരിച്ച് അവിടെ OPയിലായാലും ഓപ്പറേഷൻ തിയേറ്ററിലായാലും ക്രൗഡ് കൂടുന്നു. ഇതെല്ലാം ഡോക്ടർ ഷിബു, ഞാൻ താങ്കളുടെ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് ഇതുവരെ നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നത് ഡോക്ടർമാർക്ക് നേരെ രോഗികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അസഹിഷ്ണുതയും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മോശം സമീപനം, പെരുമാറ്റം, ആക്രമണോത്സുകത ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ ഡോക്ടർമാർ മറ്റൊരു തരത്തിൽ നിയമപരമായി പരിരക്ഷയുള്ളവരാണ്. കാരണം ഒരു ചികിത്സാ പിഴവ് സംശയിക്കുന്ന സന്ദർഭത്തിലോ ഏതെങ്കിലും തരത്തിലൊരു ഡോക്ടറുടെ അലംഭാവമുണ്ട് എന്ന് രോഗികളുടെ ബന്ധുക്കൾക്ക് ആരോപണമോ കുറ്റപ്പെടുത്തലോ ഒക്കെ ഉണ്ടാകുമ്പോഴോ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. ഒന്ന് ക്ഷുഭിതമായി സംസാരിക്കാൻ പോലും അവർക്ക് കഴിയില്ല. കാരണം ആ അവകാശമൊക്കെ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു നിയമം മൂലം. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഡോക്ടർമാർക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് അറസ്റ്റിലാവുന്ന ഒരു നിയമം പരിരക്ഷ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം രോഗികളുടെ അടിസ്ഥാനപരമായ അവരുടെ അവകാശം ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സർക്കാർ ആശുപത്രി, ഒരു സർക്കാർ ആതുരാലയം, അവിടെ സാധാരണക്കാരായ ആളുകൾ എത്തുന്നത് ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അവർക്ക് ലഭിക്കാൻ വേണ്ടിയാണ്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഉറപ്പുവരുത്തുക എന്നത്. അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഇപ്പോൾ സമരരംഗത്ത് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അത് രോഗികളുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഈ പ്രഖ്യാപിത സമരം മാറുന്നുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ, അവരുന്നയിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു, മരുന്നുകളില്ല എന്ന് തുടങ്ങി അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക്, കാതലായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടോ ഡോക്ടർ ഷിബു? ഗോപികൃഷ്ണൻ ആദ്യം പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയട്ടെ. അതായത് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ രോഗികളുടെ അവകാശങ്ങളെ ഒരു തരത്തിലും ഹനിക്കുന്നില്ല. അവരെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൂപ്രണ്ട് മുഖേനയോ അവർക്ക് ഫോർവേഡ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുന്നതായിരിക്കും. പക്ഷേ നമ്മൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതുമാത്രമാണ് അതിൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. നിയമം കയ്യിലെടുക്കുന്നവർക്ക് നല്ല ശിക്ഷ കിട്ടും. അതാണ് അതിൽ കാതൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സമരം ഇപ്പം തുടങ്ങാനുള്ള കാര്യം, അതിൻ്റെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഡോക്ടർമാരുടെ അഭാവം, കുറവ്. രണ്ടാമത്തത് നമ്മുടെ ശമ്പള പരിഷ്കരണത്തിലെ പ്രശ്നങ്ങൾ. അതുപോലെ എൻട്രി കേഡറിൽ കയറുന്നവർക്ക് ഈ 2016 ഈ ശമ്പള കമ്മീഷൻ വെച്ച് നേരത്തെ കയറിയവരെക്കാളും പൈസ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം PSC വിളിച്ചാൽ പോലും പുതിയതായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കാതിരിക്കും. കാരണം ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല, പൈസ കുറവാണ്. അവർ കയറുന്നവർ എൻട്രി കെയറിൽ കയറുമ്പോഴത്തേക്ക് വളരെ ശമ്പളം കുറവാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ വളരെ നല്ല ശമ്പളം കിട്ടും. അപ്പോൾ ആരും വളരെ കുറച്ച് പേര് മാത്രമേ അങ്ങനെ ഗവൺമെൻറ് സർവീസിലോട്ട് വരുള്ളൂ. അതുമാത്രമല്ല, ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ PSC അപ്പോയിൻമെൻറ്റ് നടക്കുന്നില്ല, ഒരു കേസ് നടക്കുന്ന കാരണം അത് നടക്കുന്നില്ല. അതുകൂടാതെ പിന്നെ ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. അതിനനുസരിച്ച് നമ്മുടെ ജോലിഭാരം വർദ്ധിക്കുകയാണ്. ഇപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ പോയി നൈറ്റ് ഡ്യൂട്ടിയും കൂടെ എടുക്കുമ്പോൾ ആ നൈറ്റ് ഡ്യൂട്ടി അത് 24 hours-ആണ്. 8 മണി തൊട്ട് രാവിലെ 8 മണി വരെ. അപ്പോൾ അയാൾക്ക് എത്രത്തോളം മനസാന്നിധ്യത്തോടെ വർക്ക് ചെയ്യാൻ കഴിയും, അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഡോക്ടറുടെ മുന്നിലേക്കാണ് ഒരു രോഗി വരുന്നത്. അത് ആ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ശരിക്കും ഡോക്ടർമാരുണ്ടെങ്കിൽ എല്ലാവരെയും നേരെ ചൊവ്വേ ചികിത്സിക്കാൻ പറ്റും.
ഇതുപോലുള്ള ശരി ചെറിയ ഡോക്ടർ ഷിബു, എനിക്ക് complaints താങ്കൾ ഒക്കെ പറഞ്ഞത് മാറി മനസ്സിലായി. കിട്ടും. രണ്ട് കാര്യങ്ങളിൽ താങ്കൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ താങ്കൾ ദയവായി മാറ്റണം. ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ നിയമം കയ്യിലെടുക്കാൻ ഡോക്ടർമാർക്കെതിരെ എന്നല്ല. ഈ രാജ്യത്തെ ഒരു പൗരനും അവകാശമില്ല. അത് ഡോക്ടർമാർക്കെതിരെ എന്നല്ല, സാധാരണ പൗരന്മാർക്കെതിരെയാണെങ്കിലും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. ഡോക്ടർ എന്ന നിലയിൽ താങ്കൾക്കുമില്ല, ഈ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് ആർക്കുമില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകമായി പരിരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പോട്ടെ, ഏതായാലും രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഈ ഡോക്ടർമാരുടെ അഭാവം. ഉറപ്പായും ഡോക്ടർ ഷിബു, അതിൽ ഞാൻ താങ്കളുടെ ആവശ്യം അല്ലെങ്കിൽ താങ്കളുടെ സംഘടനയുടെ ആവശ്യത്തിനോടൊപ്പം തന്നെയാണ്. മതിയായ ഡോക്ടർമാർ വേണം, മതിയായ നഴ്സിംഗ് സ്റ്റാഫ് വേണം. അതുപോലെ തന്നെ ഈ ആതുര സേവന രംഗത്ത് എവിടെയൊക്കെയാണോ കുറവുകൾ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പരിഹരിക്കപ്പെടണം. പിന്നെ നിങ്ങളുടെ കുടിശ്ശിക സംബന്ധിച്ച കാര്യങ്ങൾ, നിങ്ങൾ അത്യധ്വാനം ചെയ്യുന്ന ആളുകളാണ്, ആളുകളുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഉറപ്പായും നിങ്ങളുടെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടണം, നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിലും എനിക്ക് രണ്ടാമത് ഒരു അഭിപ്രായമില്ല, തർക്കവുമില്ല. പക്ഷേ പ്രശ്നം ഡോക്ടർ, ഈ സ്വകാര്യ ആശുപത്രികളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഡോക്ടർമാരുടെ സമീപനമല്ല ഒരു സർക്കാർ ആശുപത്രിയിൽ. എല്ലാവരെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറച്ചു പേരുടെയെങ്കിലും. രണ്ട്, ഇതേ ഡോക്ടറെ സർക്കാർ ആശുപത്രിയിൽ വെച്ച് കാണുമ്പോൾ എന്ന പോലെയല്ല അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കാണുമ്പോൾ എന്ന് അനുഭവം കൊണ്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലെ അനുഭവ സാക്ഷ്യങ്ങളായി പല രോഗികളും, നിർധനരായ രോഗികളും അവരുടെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് മാറ്റണം. കർശനമായ നിയമം മൂലമാണെങ്കിൽ അങ്ങനെ, നടപടികൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചെറിയ ഇടവേള, തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം. നമ്മളോടൊപ്പം ഇനി ചേരുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ജാഗ്രതാ സമിതിയിലെ ശ്രീ UM കബീറാണ്. ശ്രീ കബീർ, മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ കാര്യങ്ങൾ ഭദ്രമാണോ? സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതലായി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ ചികിത്സാ സംവിധാനത്തിൽ കുറേയേറെ അപര്യാപ്തകളുണ്ട്. ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ പ്രധാനമായ ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഡോക്ടർമാർ ആരും തന്നെ ഇല്ലാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. രോഗി എത്തിക്കഴിഞ്ഞാൽ അവർ സാമ്പത്തികമായിട്ട് വളരെയേറെ പിന്നോക്കാവസ്ഥയിലുള്ള രോഗികളാണ് മിക്കവാറും നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ പ്രാഥമികമായ ചികിത്സകൾക്ക് പോലും ഇപ്പോൾ ECG എടുക്കേണ്ടി വരും, ബ്ലഡ് പരിശോധിക്കേണ്ടി വരും, CT എടുക്കേണ്ടി വരും, എക്സ്റേ എടുക്കേണ്ടി വരും. ഇതിനൊക്കെ തന്നെ പണം അടക്കേണ്ട ഒരു സാഹചര്യമാണ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. ഇത് രോഗികളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഡോക്ടർമാർ ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുരുതരാവസ്ഥയുള്ള രോഗി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കുറവ് അവരെ വളരെയേറെ, കാരണം ഒരു രോഗി വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഡോക്ടർമാർ ഒരുപക്ഷെ തട്ടിക്കയറിയാൽ അവരുടെ ആ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഡോക്ടർമാർ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പെട്ടെന്ന് പ്രകോപിതരാകുന്നൊരു സാഹചര്യം ചില ഡോക്ടർമാർ, എല്ലാവരെയും പറയുന്നില്ല, ഉണ്ടാകുന്നു. അത് പോലീസ് കേസിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡോക്ടേഴ്സിന് അനുകൂലമായ ഒരു നിലപാടാണ് നിയമം മൂലം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രോഗികൾ റിമാൻഡിൽ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു മരണമടഞ്ഞ് കിടക്കുന്ന ഒരു മാതാവോ പിതാവോ മരണമടഞ്ഞ് കിടക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള, കാരണം രോഗി വരുമ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് പറയാം. ചിലപ്പം മതിയായ ചികിത്സ കിട്ടിയില്ല, അല്ലെങ്കിൽ ഡോക്ടറില്ല, അല്ലെങ്കിൽ ഇപ്പോൾ CTക്ക് പണം അടക്കാനില്ലാത്തതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും രോഗികളുടെ ഭാഗത്തു നിന്നും ഒരു അല്പം ഒരു റഫായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ പരാതി കൊടുത്ത്, പോലീസിൽ പരാതി കൊടുത്ത് റിമാൻഡിൽ പോകുന്ന സാഹചര്യം പോലും പല മെഡിക്കൽ കോളേജുകളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല ശ്രീ UM കബീർ, മറ്റ് സൗകര്യങ്ങളെക്കുറിച്ച്, അതായത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞല്ലോ. അത് യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉപകരണമില്ല, മാത്രമല്ല പിന്നെ അവിടെ പല രോഗികൾക്കും അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ പറയുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കണമെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാമെന്നാണ് താങ്കൾ കാണുന്നത്? അതിന് എന്ത് നിർദ്ദേശമാണ് താങ്കൾക്കുള്ളത്? നമ്മുടെ മെഡിക്കൽ കോളേജുകൾ പൊതുവേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും വളരെയേറെ കുറവാണുള്ളത്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൊറാസിക് സർജറി വിഭാഗം ഡോക്ടർമാരെല്ലാം വില്ലിംഗ് ആണ്. പക്ഷേ ഒരു 10 നഴ്സുമാരെ അവിടെ പുതുതായി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ആഴ്ചയിൽ 2 സർജറികളാണ് നടക്കുന്നത്. ബൈപ്പാസ് സർജറി 2 മാത്രമാണ് നടക്കുന്നത്. അത് 6, 7, 8 ആക്കി മാറ്റുവാൻ കഴിയും. ഇപ്പോൾ തന്നെ നിലവിൽ 65ഓളം രോഗികൾ ബൈപ്പാസ് സർജറിയും പ്രതീക്ഷിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഒരുപക്ഷെ അവർക്ക് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഗുരുതരാവസ്ഥയുള്ള രോഗികളെ ബൈപ്പാസ് സർജറിക്ക് വിധേയമാക്കേണ്ടി വരുന്നത്. അപ്പോൾ കൃത്യമായി മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കണം, അതുപോലെ തന്നെ നഴ്സുമാർ വേണം, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കുന്ന ഒരു സംഭവം പല മെഡിക്കൽ കോളേജിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ആരോഗ്യകരണ പദ്ധതി
നമ്മുടെ മണ്ണാർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ആരോഗ്യ വിവരണം പദ്ധതി നടപ്പിലാക്കുന്നില്ല. ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നിഷേധിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. ഈ അടുത്ത് തന്നെ ഒരു പ്രസവത്തോടനുബന്ധിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു ലേഡി, അവർക്ക് ആ കുഞ്ഞിന് 2 ട്വിൻസാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഒരു ട്യൂബ് വേണം, അതിന് 15,000 രൂപ വില വരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിൻ്റെ ശ്രമഫലമായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അടുത്ത കുട്ടി ആ ട്യൂബ് പ്രതീക്ഷിച്ച് കഴിയുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് അവർ പ്രസവിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ മെഡിക്കൽ ഉപകരണങ്ങളും സാധനങ്ങളും കിട്ടാത്ത, മെഡിസിൻ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. പണമില്ല എങ്കിൽ ചികിത്സ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അത് ആരോഗ്യവകുപ്പ് വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ മെഡിക്കൽ കോളേജിൽ നടത്തേണ്ടതായിട്ടുണ്ട്. സ്വകാര്യ കഴിഞ്ഞ ഒരു 10 മാസത്തിനിടയ്ക്ക് 6249ഓളം രോഗികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും മാത്രം ഡാമ പോയിട്ടുണ്ട്. അതായത് ഇവിടെ ചികിത്സിക്കാൻ സൗകര്യം, ഒന്നിൽ IC കാണത്തില്ല, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല. അത്തരത്തിൽ 6249ഓളം പേർ കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് സ്വകാര്യ ആശുപത്രി അഭ്യന്തരം പോയിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ ഒരു ആവേശത്തിന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. ആ ചിലവ് വരുമ്പോൾ താങ്ങാനാകാതെ തിരിച്ചു ഒന്നുകിൽ ആ രോഗിയെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വീടുകളിലേക്കോ അല്ലെങ്കിൽ വീണ്ടും മെഡിക്കൽ കോളേജിലേക്കോ വരാൻ നിർബന്ധിതരാകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് സ്ഥിരമായി നമ്മളത് കാണുന്നതാണ്. അതുപോലെ തന്നെ ICUയുടെ ബെഡ് അഭാവം, ഏകദേശം ഒരു 80ഓളം ബെഡുകളാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. ഈ ICU ബെഡ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വിളിച്ചു ചോദിച്ചാൽ പോലും അവിടെ ICU ബെഡ് കാണില്ല. കാരണം അത്രയേറെ രോഗികളുടെ ആധിക്യം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ICU ബെഡ് ഇല്ലാത്തതുകൊണ്ട് വേറെ യാതൊരു മാർഗവുമില്ല, അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഗവൺമെന്റ് ആത്മാർത്ഥമായിട്ട് സർക്കാർ മേഖലയിലുള്ള ആതുരാലയങ്ങളെ സംരക്ഷിക്കുവാൻ ഡോക്ടർ SS ലാൽ, സത്യത്തിൽ ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെ വളരെ പ്രയാസകരമാണ്. നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളെ, ആരോഗ്യരക്ഷാ സംവിധാനങ്ങളെ, ഈ ആതുരാലയങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തകർക്കുക എന്നത് അതിനകത്ത് നിന്ന് തന്നെ ആളുകൾ നടത്തുന്ന ഒന്നാണോ? അതായത് സ്വകാര്യ പ്രാക്ടീസ്, അതുപോലെ തന്നെ ഈ മറ്റേ പരിശോധനകൾക്ക് എത്തുമ്പോൾ അവരെ സ്വകാര്യ ലാബുകളിലേക്ക് പറഞ്ഞയക്കുക, ഉപകരണങ്ങൾ വാങ്ങാൻ രോഗിയുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കേണ്ടി വരുന്ന അവസ്ഥ, പിന്നെ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, അത്തരം ആശുപത്രികൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം പോലെ ഇതിനകത്ത് നിന്ന് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആളുകൾ ഇതിനെ തകർക്കുകയാണോ ഡോക്ടർ? അങ്ങനെ പറയേണ്ടി വരുമോ നമുക്ക്? തകർക്കുന്നത് സർക്കാരാണ്. സർക്കാരിന് സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. ദുഷ്പ്രവണതകളുണ്ട്. ഞാൻ ഡോക്ടറാണ്, എനിക്കൊരു അഴിമതിക്കാരായ ഡോക്ടർമാരുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അവരെ പിടികൂടണമെങ്കിൽ സിസ്റ്റം വേണം. ഇപ്പൊ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഈ അഴിമതിക്കാർ തഴച്ചു വളരും, അല്ലെങ്കിൽ ഈ അഴിമതിക്കാരുടെ വരുമാനത്തിന്റെ ഒരു അംശം എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടി ഒരു വിഷയ സർക്കാരാണ്. ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ പറയാം. കേരളത്തിന് ഒരു ആരോഗ്യ നയമുണ്ട്, ഡോക്ടർ ഇക്ബാലിനെ കൊണ്ടാണ് എഴുതിച്ചാണ്. എവിടെയെങ്കിലും ഇതൊരു മന്ത്രിയോ ആരെങ്കിലും പറഞ്ഞു കേട്ടു കേരളത്തിന് ആരോഗ്യ നയമുണ്ട്? അതും കേരളത്തിൽ നടക്കുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ എന്തിനാണ് ഈ ആരോഗ്യ നയം? സംസ്ഥാനത്ത് സ്വന്തമായിട്ട് ആരോഗ്യ നയമുണ്ട്. ഈ മന്ത്രി തന്നെ അവതരിപ്പിച്ച ഒരു പൊതുജനാരോഗ്യ ബില്ലുണ്ട്, അതിനെപ്പറ്റി എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്? അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഒരു വിഷൻ ഇല്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ, പൊളിറ്റിക്കൽ ബില്ല് വേണം, ബജറ്റിൽ പൈസ വേണം, ഇത് കൃത്യമായി നടപ്പാക്കാനുള്ള മാനേജ്മെന്റ് വേണം. എല്ലായിടത്തും പരാജയമാണ്. ആവശ്യമുള്ള പൈസ വരുന്നില്ല, കിട്ടുന്ന പൈസ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ബില്ലില്ല, മാനേജ്മെന്റ് സംവിധാനങ്ങളിലെ പരാജയമാണ്. ഇപ്പൊ ഈ ശ്രീകുമാറും ഈ കബീറും ഒക്കെ പറയുന്നത് ഇത് റിയാലിറ്റിയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് ദിവസവും കേൾക്കുന്നതാണ്. സർക്കാർ ആശുപത്രിയിൽ എനിക്കറിയാവുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ മകൻ ശരമാസകാലം ഒടിഞ്ഞ് ഒരുപാട് മുറിവുകളുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ 2.5 മണിക്കൂർ നിന്നിട്ട് അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അയാളിതൊരു 30 ലക്ഷം ചിലവാക്കി കഴിഞ്ഞു. പ്രായമുള്ള ഒരാൾ മകന് വേണ്ടിയിട്ട് സ്വകാര്യ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മകനെ ചികിത്സിക്കുകയാണ്. ഈ കുടുംബനെ എങ്ങനെ രക്ഷപ്പെടും? 30 ലക്ഷം രൂപയാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റുമോ? അവർക്ക് കെയർ കൊടുക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർമാർ ജോലി ചെയ്യണമെങ്കിൽ പണം കൊടുക്കണ്ടേ? അപ്പൊ സ്വകാര്യ ആശുപത്രികൾ, സ്വകാര്യ മേഖല എവിടെയും തഴച്ചു വളരുന്നത് സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്. പക്ഷെ എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ ഉള്ളത് എന്തുകൊണ്ടാണ്? അത് വേണം, അത് യാഥാർത്ഥ്യമാണ്. കാരണം KSRTCക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. KSRTC ബസ്സിനെ പോലെ തന്നെയല്ലേ പ്രൈവറ്റുകാരൻ്റെ റേറ്റ്. പ്രൈവറ്റ് ബസ്സുകാരനോ ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ ഇഷ്ടമുള്ള റേറ്റ് പറയാൻ പറ്റും. അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ ആശുപത്രികൾ എന്നൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ശ്രീ അച്യുതാനന്ദൻ കിടക്കുന്നത് ഞാനിപ്പോൾ തങ്ങുന്ന സ്വകാര്യ ആശുപത്രിയിലാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന മുഖ്യമന്ത്രിക്ക് പോകാൻ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല, ഒരു സർക്കാർ ആശുപത്രി ഇല്ല. അപ്പൊ സ്വകാര്യ ആശുപത്രികള് അല്ല, അതെ പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞു.
സ്വകാര്യ ആശുപത്രികൾ പൈസ ഉള്ളവർ അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്നവർ, ഇൻഷുറൻസ് ഉള്ളവർ, കടം വാങ്ങാൻ പറ്റുന്നവർ സ്വകാര്യ ആശുപത്രി പോട്ടെ. അപ്പം സർക്കാർ ആശുപത്രി ഡീകൺജസ്റ്റഡ് ആകും. അത് വേണം തന്നെയാണ്. കേരളത്തിലെ സാഹചര്യത്തിൽ 30% പേരെ സർക്കാർ ആശുപത്രികൾ നോക്കുന്നു, 70% സ്വകാര്യ ആശുപത്രികളാണ്. അതിന് പൈസ ഉള്ളവർ പോയിക്കോട്ടെ, പാവപ്പെട്ടവന് സർക്കാർ ആശുപത്രികൾ വരാൻ കഴിയണം. അവിടെ സംവിധാനങ്ങൾ വേണം. ഞാൻ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പോകാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് എല്ലാം പരിചയക്കാരാണ് അവിടെ, എൻ്റെ കൂടെ പഠിച്ചവരാണ്, സകല സർജന്മാരും എല്ലാം. പോകാത്തത് ഞാനും കൂടെ അവിടെ ഒരു തടസ്സം ഉണ്ടാക്കുകയാണ്. അവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഒരു കസരൻ, ഒരു കട്ടിൽ ഞാൻ മാറ്റുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഇൻഷുറൻസ് സംവിധാനങ്ങളൊക്കെ എനിക്ക് സ്വകാര്യ ആശുപത്രി ഉപയോഗിക്കാം. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുമ്പോഴത്തേക്ക് കേരള നമ്പർ 1 ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. കേരളത്തിൽ പല കാര്യത്തിൽ നമ്മളിപ്പോൾ അവസാന നമ്പറാണ്. നമ്മുടെ സമീപ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും ഒക്കെ വളരെ മുന്നിൽ പോവുകയാണ്. ഞാനത് പോയി കാണുക. അത് അവിടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. ഇവിടെ മത്സരമല്ല, ഇത് രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യേണ്ടതല്ല. ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് മാത്രം അറിയുന്നതാണ് ഒരു ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ടതാണ്. ഇത് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നതിൻ്റെ അടുത്താണ് ഈ പ്രശ്നം വരുന്നത് മുഴുവൻ. ഞാൻ ഒരു ഉദാഹരണം കണ്ടപ്പോൾ, എന്നെ പഠിപ്പിച്ച ആളാണ് ശ്രീ രാമൻകുട്ടി, അച്യുതമേനോന്റെ മകനാണ്, കേരളത്തിലെ വലിയ ഏറ്റവും ഹെൽത്ത് എക്കണോമിസ്റ്റാണ്. എന്നെ മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് പഠിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും കമ്മിറ്റികൾ എടുക്കില്ല. അദ്ദേഹം ഇന്നലെ നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നു, ഡോക്ടർ SS ലാൽ. ഇന്നലെ അദ്ദേഹം ഞങ്ങളുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. UDFന്റെ ഹെൽത്ത് കമ്മീഷന്റെ ചെയർമാനായിട്ട് എന്നെ എടുത്തു. ഗവൺമെന്റ് കമ്മീഷനൊക്കെ ചെയർമാൻ വരേണ്ട അദ്ദേഹത്തെ പോലുള്ള ഉള്ളവരാണ്. അവരൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു മന്ത്രിക്ക് ഇപ്പം എന്നെ പോലെ ഡോക്ടർ മന്ത്രിയായാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. ഒരു പുതിയ മന്ത്രി വരുമ്പോഴത്തേക്ക് അവർക്ക് MBBS MD കിട്ടുന്നുണ്ടോ? അവരെല്ലാം കൈകാര്യം ചെയ്യണം. ആരോഗ്യവകുപ്പ് ശക്തമായ ആരോഗ്യവകുപ്പാണ്. അവരെ കൊണ്ട് പണി ചെയ്യിക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാരുടെ പേരിലാണ് ഈ വകുപ്പ് അറിയപ്പെട്ടിരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മന്ത്രിമാരുടെ 1 മാൻ ഷോയ്ക്കായിട്ട് സിനിമ എടുക്കാനായിട്ട് വകുപ്പിനെ ഉപയോഗിക്കണം. അങ്ങനെയല്ല നടക്കേണ്ടത്. വളരെ വിദഗ്ധരായിട്ടുള്ള ആരോഗ്യ ഡയറക്ടർമാരുണ്ട്, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർമാരുണ്ട്. അവരെ പണി ചെയ്യാൻ അനുവദിക്കണം. ഫൗച്ചിയെ ഇരുത്തിക്കൊണ്ടാണ് ട്രംപ് പത്രസമ്മേളനം നടത്തിയിരുന്നത്. നമുക്ക് പറയാം ഫൗച്ചി പറയുന്നതാണ് ശരിയെന്ന്. ഇവിടെ നിങ്ങൾ കോവിഡ് കാലത്ത് പോലും മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കുക പറയും അത് സാങ്കേതിക ചോദ്യമാണ്, എനിക്ക് ഉത്തരം അറിയില്ല. സാങ്കേതിക ചോദ്യം അറിയുന്നവർ ഇരിക്കണം വശത്ത്. കേരളത്തിലെ ആരോഗ്യ ഡയറക്ടർ ആർക്കെങ്കിലും അറിയാവോ? അവരാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. 5000 ജനസംഖ്യയ്ക്ക് 2 സ്റ്റാഫുള്ള ഡിപ്പാർട്ട്മെന്റാണ്. അതിനെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മതി. അവർക്ക് സംവിധാനങ്ങളുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ശരി ഡോക്ടർ, ഞാനെന്താ ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ ഷിബു, ഞാൻ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ കരുതരുത് കേരളത്തിൽ അഹോരാത്രം പണിയെടുക്കുന്ന 24 മണിക്കൂറും സേവന സന്നദ്ധരായി നിൽക്കുന്ന, ഇപ്പോൾ ഡോക്ടർ ആരിസിനെയൊക്കെ പോലെ എത്രയോ ഡോക്ടർമാർ അവരിപ്പോൾ നമ്മളറിയാതെ ഉണ്ട്. അവരുടെ പലരുടെയും രക്ഷാകരങ്ങളിലാണ് പുതുജീവനുമായി ആളുകൾ തിരികെ എത്തിയിട്ടുള്ളത്. അതൊന്നും മറന്നുകൊണ്ടല്ല ഡോക്ടർ ഷിബു ഞാൻ ചോദിക്കുന്നത്. ഞാനൊരു ഒറ്റ കാര്യം പറയാം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പാമ്പുകടിയേറ്റ് വടിയിൽ കിടന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റു എന്ന് പറയുന്നു. ചികിത്സിക്കുന്നതിന് പകരം ആദ്യം ചെയ്തത് അവിടെ ക്യൂ നിന്ന് ടോക്കൺ എടുപ്പിച്ചു. അത് കഴിയുന്നവർ ഒറ്റ ചികിത്സ പോലും നടത്തിയില്ല, അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ മോശം പെരുമാറ്റം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന്. ഈ വിഷമുള്ള പാമ്പ് അല്ലാത്തത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ എണ്ണത്തിലെ കുറവോ അല്ലെങ്കിൽ മരുന്നുകളില്ലാത്തതോ ചികിത്സയ്ക്ക് ഉപകരണമില്ലാത്തതോ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാത്തതോ മാത്രമല്ല, ഡോക്ടർമാരുടെ സമീപനം, അവരുടെ ആറ്റിറ്റ്യൂഡ് രോഗികളോടുള്ളത്, അതും ഒരു കുഴപ്പം തന്നെയാണ് ഡോക്ടർ ഷിബു. അങ്ങനെ ആ മോശം അനുഭവത്തിൽ, മോശം സമീപനത്തിൽ ഇനി മെഡിക്കൽ കോളേജുകളിലേക്ക് പോകണ്ട എന്ന് കരുതി മാറി നിൽക്കാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അതിനനുവദിക്കില്ല. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഇതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ പ്രശ്നം നേരിടുന്ന ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. ഈ ചർച്ച കാണുന്ന പല ആളുകളും അതിനോട് യോജിക്കും. ഡോക്ടർ ഷിബു, അതിലൊക്കെ വേണ്ടിയിട്ട് KGMCTAക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വരുന്ന രോഗികളുടെ കാര്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, വെറും പാവപ്പെട്ടവർ മാത്രമല്ല വരുന്നത്, ഇടത്തരം വരുമാനമുള്ളവർ വരുന്നുണ്ട്. മധ്യവർഗം വളരെ കൂടുതൽ വരുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വളരെയധികം വരുമാനമുള്ളവർ മാത്രമാണ് ഈ പ്രൈവറ്റ് ഇതിലോട്ട് പോകുന്നത്. അപ്പം ഇത്തരക്കാർ വരുന്നത് എന്തുകൊണ്ടാണ്? സർക്കാർ സംവിധാനം, സർക്കാർ മെഡിക്കൽ കോളേജിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്, സർക്കാർ ഡോക്ടർമാരെ വിശ്വാസമുള്ളതുകൊണ്ടാണ് അത് വരുന്നത്. അത് നമ്മുടെ OPയിൽ വന്നാൽ കാണാം. ഓരോ ദിവസം എത്ര 200, 400, 500 OP ആണ് ഒരു ദിവസം. ഞാനൊരു ഓർത്തോപീഡീഷ്യനാണ്, ആ OPയിൽ വരുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ OPയിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത്
ഇങ്ങനെയുള്ള ഒരു വലിയൊരു തിരക്ക് തന്നെയാണ്. അതിലെല്ലാം പാവപ്പെട്ടവർ മാത്രമല്ല, അതിൽ മധ്യവർഗമുണ്ട്, ഹയർ ക്ലാസ് ചിലവും വരത്തില്ലായിരിക്കും. പക്ഷേ ബാക്കി എല്ലാ ആൾക്കാരും മെഡിക്കൽ കോളേജുകളിൽ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പം മെഡിക്കൽ കോളേജിലെ മൊത്തത്തിലങ്ങ് ഒന്നോ രണ്ടോ ഇത് വെച്ച് നമുക്ക് മൊത്തത്തിലങ്ങ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമായ സമീപനം തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ച ഒരു ഇത് അതൊരു മോശമായ ഇത് തന്നെയാണ്. അത് നമ്മൾ അപലപിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. അല്ല ഡോക്ടർ ഷിബു, ഞാൻ അതാ പറഞ്ഞത്, മെഡിക്കൽ കോളേജുകളെ പൂർണ്ണമായി നമ്മൾ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സർക്കാർ സമയത്ത്, ഇപ്പോൾ ഞാൻ പറയാം, ഏത് ഒരു ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെയും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നതും എത്തണം എന്ന് കരുതുന്നതും മെഡിക്കൽ കോളേജിലേക്കാണ്. കാരണം ഏറ്റവും വൈദഗ്ധ്യമുള്ള ഡോക്ടർമാർ, ഏറ്റവും നല്ല ചികിത്സ, അത് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയും. ഇതെല്ലാം ഇവിടുത്തെ ഏറ്റവും ഈ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ വളരെ പ്രൗഡായി വളരെ അഭിമാനത്തോടു കൂടി സംസാരിക്കുകയും കരുതുകയും ചെയ്താണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയണ്ടേ, അനുഭവങ്ങൾ മോശമാകുമ്പോൾ നമ്മളത് തിരുത്താൻ ഇടപെടണ്ടേ. അപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അങ്ങനെ സിസ്റ്റത്തിൻ്റെ തകരാറാണെങ്കിൽ ഡോക്ടർ ഷിബു, ഞാനും താങ്കളും ഈ സമൂഹത്തും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ സിസ്റ്റത്തിൽ എന്താണ് തകരാറ്, ആ തകരാറ് നമുക്ക് പരിഹരിക്കണം. കാരണം നമ്മളെപ്പോലെ തന്നെ മനുഷ്യജീവനുകളാണല്ലോ അവിടെ നിസ്സഹായരായി ഈ ഡോക്ടേഴ്സിന് മുന്നിലേക്ക് എത്തുന്നത്. ശരി, ഞാനൊരു ഇടവേള എടുക്കാം, തിരികെ എത്താം വളരെ വേഗം ഇടവേള. ശ്രീ UM കബീർ, താങ്കൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ജാഗ്രതാ സമിതി അംഗം എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ദുരനുഭവങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതായത് രോഗികൾ വന്ന് പറയുന്ന സാഹചര്യം നിങ്ങൾ ഇടപെട്ട് പരിഹരിക്കേണ്ട സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ ഈ രോഗികളുടെ ആധിക്യം വലിയൊരു പ്രശ്നമാണ്. കാരണം അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഇല്ലാത്തത് കൊണ്ട് രോഗി എത്തിക്കഴിഞ്ഞാൽ ഒരു കാഷ്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൈവേയുടെ സൈഡിലുള്ളൊരു ആതുരാലയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ എത്തുന്നവർ ഒരു പക്ഷേ വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരൊക്കെ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകരെ രോഗികളുടെ ബന്ധുക്കൾ വിളിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഡോക്ടർമാർ നോക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കുള്ള ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ രോഗികളുടെ ആധിക്യം അത്രയേറെ വലുതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് പാറ്റേൺ ഒരുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം. ഇപ്പോൾ ഏതാണ്ട് 1965 സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചാണ് മെഡിക്കൽ കോളേജുകളിലും മറ്റും ഈ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിച്ചിട്ടുള്ളതാണ് അറിയുന്നത്. പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞിട്ടും രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടും അതനുസരിച്ചുള്ള ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും നിയമിക്കുന്നില്ല. അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാരുടെ ഒരു പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒട്ടേറെ രോഗികളുടെ ബന്ധുക്കൾ ദൈനംദിനം വിളിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ CT അല്ലെ MRI ഒക്കെ ചിലപ്പോൾ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കൊടുക്കുന്നത്. ഒരു വളരെയേറെ സീരിയസ് ആയ രോഗി എടുത്തുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് MRIയുടെ ഡേറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ OPയിൽ വരുന്ന രോഗികൾക്ക് അൾട്രാസൗണ്ടിന് ഡേറ്റ് കൊടുക്കുന്നത് 2-3 മാസത്തിന് ശേഷമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഗുരുതരാവസ്ഥയുള്ള രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസം നേരിടേണ്ടി വരും. അപ്പോഴാണ് ഈ പൊതുരംഗത്ത് ഇരിക്കുന്ന പലരെയും വിളിക്കാറുണ്ട്. അവിടെ ഇടപെടേണ്ട സാഹചര്യം, നിത്യവും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു രോഗിയെ പെട്ടെന്ന് കൊണ്ടുവരുമ്പോൾ പണം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ CTയുടെ ഫിലിം കിട്ടണമെങ്കിൽ പോലും ഒരു രോഗിയെ ഒരു അപകടത്തിൽപ്പെട്ട് മെഡിക്കൽ കോളേജിലെത്തുന്ന ഒരു രോഗിയുടെ ചികിത്സ നടക്കണമെങ്കിൽ ഇപ്പോൾ CTയുടെ റിപ്പോർട്ട് കിട്ടേണ്ടി വരും, എക്സ്റേ റിപ്പോർട്ട് ഫിലിം കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പരിശോധനാ ഫലം കിട്ടേണ്ടി വരും. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ പണം അടക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾ പൊതുരംഗത്തുള്ളവരെ വിളിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വളരെ വേദനാജനകമാണ്. ആദ്യത്തെ 24 മണിക്കൂറെങ്കിലും അപകടത്തിൽപ്പെട്ട് വരുന്ന രോഗികൾക്കെങ്കിലും അടിയന്തരമായി ആദ്യത്തെ 24 മണിക്കൂറെങ്കിലും സൗജന്യ ചികിത്സ നൽകിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പരിഹരിക്കുവാൻ കഴിയും. ശ്രീ GS ശ്രീകുമാർ, ഈ പൊതുവിൽ രോഗികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് എന്തെങ്കിലും ഒരു പരിശോധന നടത്തണം. ഇപ്പോൾ ഒരു വലിയ ബ്ലഡ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്കാൻ, അല്ലെങ്കിൽ ഒരു എക്സ്റേ, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഈ രോഗനിർണയത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പരിശോധനകൾ നടത്തേണ്ടി വരുമ്പോൾ അവിടെ സ്ഥിരമായി കേൾക്കുന്നതാണ് യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നത്. അപ്പോൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നില്ല, ഒരു ദിവസം പറയാം, 2 ദിവസം പറയാം, ഒരാഴ്ച പറയാം, മാസങ്ങളായി പ്രവർത്തിക്കാത്ത യന്ത്രങ്ങൾ. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ നേരെ അത് ഒരു സ്വകാര്യ ലാബിലേക്ക്
റെഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പുറത്ത് കേട്ടിരുന്ന വലിയൊരു ആക്ഷേപം ഈ ലാബുമൊക്കെ ആയിട്ട് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്കതിൻ്റെ കമ്മീഷൻ കിട്ടുന്നു, അതെല്ലാം വീതിച്ചെടുക്കുന്നു എന്നൊക്കെയാണ്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്തെ ആ വാർഡിൻ്റെ കൗൺസിലറായിരുന്ന ആളെന്ന നിലയിൽ ശ്രീ ജി എസ് ശ്രീകുമാർ, താങ്കൾക്ക് ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കളികൾ ഇതിന് പിന്നിൽ നടക്കുന്നുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? ഈ സൗണ്ടിൻ്റെ ഒരു പ്രശ്നം കാരണം അങ്ങ് ആദ്യം പറഞ്ഞതൊന്നും പകുതിയോളം കേൾക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മുടെ CT ആയാലും MRI ആയാലും മറ്റു സ്ഥാപനങ്ങളുമായി പലർക്കും ബന്ധമുണ്ട്. അത് നമുക്ക് എന്നെ സംബന്ധിച്ചത് ഞാനത് പ്രശ്നമാക്കി എടുക്കുന്നില്ല, കാര്യമാക്കി എടുക്കുന്നില്ല. ഈ സിസ്റ്റം മുഴുവൻ നന്നായി, ഈ നാട്ടിലെ എല്ലാവരെയും നന്നാക്കി എടുക്കുക, അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഇല്ല. പക്ഷേ പരമാവധി കാര്യങ്ങൾ ഇടപെടുകയും അതിനകത്ത് കുറച്ചെങ്കിലുമൊക്കെ നീതി പാവപ്പെട്ട രോഗികൾക്ക് കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു MRI മെഷീനാണുള്ളത്. അത് 15 വർഷം കഴിഞ്ഞു. HDSൻ്റെ മിനിറ്റ്സിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്, കാലഹരണപ്പെട്ട മെഷീനാണ്, അത് മാറ്റി വയ്ക്കുവാൻ ഇതുവരെയും തയ്യാറാവുന്നില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ മന്ത്രി ഇന്നലെ വന്ന് പത്രക്കാരെ കണ്ടപ്പോൾ പറഞ്ഞു 800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാസ്റ്റർ പ്ലാൻ പദ്ധതി വഴി കിഫ്ബി വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയെന്ന് ഒരു വീമ്പ് പറഞ്ഞു. ഈ തള്ളലല്ലാതെ വേറെ ഒരു കാര്യവും നടക്കുന്നില്ല. മെഡിക്കൽ കോളേജ് മുഴുവൻ സമയം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. മാസ്റ്റർ പ്ലാൻ കിഫ്ബി വഴി 120 കോടി രൂപയുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് പാലമുണ്ട്, റോഡുണ്ട്, 1-2 കെട്ടിടങ്ങളുണ്ട്. അതിൽ SITയിൽ കെട്ടിയിട്ടിട്ടുള്ള ഒരു കെട്ടിടം കഴിഞ്ഞ 12-13 വർഷമായി അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. ലേബർ റൂം, ICU, വെന്റിലേറ്റർ സംവിധാനം എല്ലാം ഉള്ള ഒരു 3 നില കെട്ടിടം 40-50 കോടി രൂപ ചെലവഴിച്ച് കിഫ്ബിയിൽ നിന്ന് ആ വികസനം നടന്നു. ആ പ്രവൃത്തി നടന്നിട്ട് പോലും അവിടെ ആ കെട്ടിടം ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്നും ഇടുങ്ങിയ റൂമിലാണ് OPയും കാഷ്വാലിറ്റി നടക്കുന്നത്. SITയിലെ കാഷ്വാലിറ്റി ഒന്ന് വന്ന് കാണണം. ഇത്രയും പരിമിതമായ സൗകര്യത്തിലാണ് അവിടുത്തെ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ പഴയ മോർച്ചറിയുടെ സമീപത്ത് ഒരു 3 നില കെട്ടിടം ഉണ്ടായിരുന്നു. അത് ഇടിച്ചു കളഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിന്നും 6 നില കെട്ടിടം ഇപ്പോൾ പണിയുമെന്ന് പറഞ്ഞ് ഇടിച്ചു കളഞ്ഞിട്ട് 3 വർഷമായി. ഈ മന്ത്രി ഇതൊക്കെ ഒന്ന് പരിശോധിക്കാത്ത എന്താ? വന്ന് 800 കോടി രൂപയുടെ വികസനം ഇവിടെ നടത്തി, തിരുവനന്തപുരത്ത് നടത്തിയെന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ല എഴുതി കൊടുക്കുന്നത് പണ്ട് മാധ്യമത്തിൽ ചെയ്ത പോലെ റീഡിങ് നടത്തുകയാണ്. അന്ന് വാർത്ത വായിക്കുന്ന പണിയാണ് ഇന്ന് ജീവനക്കാരല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് എഴുതി കൊടുക്കുന്നത്. പത്രക്കാരുടെ മുമ്പിൽ, ചാനലുകാരുടെ മുമ്പിൽ വന്ന് വായിക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആശുപത്രിയിലെ രോഗികൾ MRI CT നേരത്തെ കബീർ മാഷ് പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ടൊന്നുമല്ല. മെഡിക്കൽ കോളേജിൽ ഒരാൾ MRI എടുക്കണമെങ്കിൽ എമർജൻസി പേഷ്യൻറ്റിന് 1 മാസം കഴിഞ്ഞാൽ കൊടുക്കുന്നത്. അതിൻ്റെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. എമർജൻസിയായി ഈ MRI എടുക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി കൊടുക്കുമ്പോൾ 1 മാസം കഴിഞ്ഞ്, സാധാരണ നിലയിലാണെങ്കിൽ 6 മാസമോ 1 വർഷമോ കഴിഞ്ഞാണ് ഒരു MRI തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുക്കാൻ കഴിയുക. ഒരു MRI മിഷൻ അത് ജാംബവാൻ്റെ കാലത്ത് വെച്ചതാണെന്ന് അവർ തന്നെ പറയുന്ന രേഖയുണ്ട്. ഇതൊന്ന് മാറ്റി സ്ഥാപിക്കാൻ അതിനും ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കമ്മീഷനിൽ 2022 അന്നത്തെ പ്രിൻസിപ്പാൾ കൊടുത്ത ഉറപ്പ് 32 കോടി രൂപ ചെലവിൽ കിഫ്ബിയിൽ നിന്ന് ഫണ്ട് ചെലവാക്കി ഒരു MRI CT മെഷീൻ പുതിയത് സ്ഥാപിക്കും. 22 എനിക്ക് നൽകിയ ഉറപ്പാണ്. 23, 24, 25 ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. എന്തായാലും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കിഫ്ബി വഴി നടന്ന വികസന റോഡ്, ഒരു കെട്ടിടം, ഒരു MRI സ്കാനിങ് സെൻറ്റർ, ഇത്രയും മാത്രമാണ് അവിടെ നടന്നത്. എന്നിട്ടും MRI 3 വർഷം കൊണ്ടും യാഥാർത്ഥ്യമാവുന്നില്ല. അതുപോലെ തന്നെ SIT ആശുപത്രിയിൽ അവിടെ MRI ഇല്ല, CT ഇല്ല, ആകെ ഉള്ളത് ഒരു അൾട്രാസൗണ്ട്. അത് ഏതാണ് KHRWs നടത്തുന്ന, അതും പഴയ കാലത്തെ ഒരു മെഷീനാണ്. ആധുനിക ടെക്നോളജിയുള്ള ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി SIT ആശുപത്രിയിൽ ഇല്ല. അതിനെ സംബന്ധിച്ച് ഞാൻ ബാലാവകാശ കമ്മീഷന് പരാതി നൽകി. കമ്മീഷൻ നേരിട്ട് വന്ന് SIT പരിശോധിച്ചു. അൾട്രാസൗണ്ട് സ്കാനിങ് രജിസ്റ്റർ എടുത്തപ്പോൾ ഓരോ ഗർഭിണികളും കുട്ടികൾക്കും 6 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ അംഗം വളരെ വിഷമത്തോട് പറഞ്ഞു, ശ്രീകുമാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല, വന്ന് കണ്ടപ്പോൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് SIT സൂപ്രണ്ട് കമ്മീഷന് കൊടുത്ത റിപ്പോർട്ട് വായിക്കണം. ഇവിടെ ഡോക്ടർമാരുടെയും PG സ്റ്റുഡൻസിൻ്റെയും വാഹനങ്ങൾ ഇടാൻ പോലും സൗകര്യമില്ല. അതുകൊണ്ട് 5 സെൻറ്റ് സ്ഥലം MRIക്ക് വേണ്ടി ഇവിടെ കണ്ടെത്താൻ കഴിയില്ല. അതായത് വാഹനങ്ങൾ ഇടാനുള്ള സ്ഥലവും കഴിഞ്ഞ്
മാത്രമാണ് ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയുള്ള. ഇതൊക്കെ സത്യമാണ് പറയുന്നത്. ഞാൻ ഇതെല്ലാം രേഖയാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ വിവിധ കമ്മീഷനുകൾക്ക് വേണ്ടി കമ്മീഷനിൽ ചെന്ന് ഈ രോഗികൾക്ക് നീതി കിട്ടാൻ വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു MRI ഇല്ലാത്തത് കൊണ്ട് ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ചികിത്സാ പദ്ധതിയിലുള്ള MRI ഒക്കെ എടുക്കുമ്പോൾ HDSൻ്റെ ഫണ്ട് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ MRI എടുക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി സ്വകാര്യ ആശുപത്രിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. എൻ്റെ സ്വകാര്യ സ്കാനിങ് സെൻറ്ററുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഇവിടുത്തെ റേറ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ എടുത്തു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ദിവസം 100, 200, 300 സ്കാൻ എടുക്കാൻ വരുമ്പോൾ പറ്റാത്തത് കൊണ്ട് ഇവിടെ ആകെ 12 മണിക്കൂർ മാത്രമേ സ്കാനിങ് എടുക്കുന്നുള്ളൂ. 24 പ്രവർത്തിക്കും എന്ന് മന്ത്രി എത്രയോ തവണ പറഞ്ഞു. അതൊന്നും നടക്കില്ല. അപ്പോൾ പുറത്തു പോയി എടുത്തിട്ട് ഓരോ സ്കാനിങ് സെൻറ്ററും 40-50 ലക്ഷം രൂപ ബാധ്യത വന്നതുകൊണ്ട് ഇപ്പോൾ പുറത്തുള്ളവർ എടുത്തു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, എടുത്ത ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങുന്ന അല്ലെങ്കിൽ മരുന്നുകൾ അതിൽ ഈ കമ്പനികൾക്ക് കൊടുക്കാനുള്ള തുക അതിന്റെ കുടിശ്ശിക ഏതാണ്ട് 600 കോടി കഴിഞ്ഞു എന്ന് ഇന്നലെ ഒരു റിപ്പോർട്ട് 2025 ജനുവരിയിലെ കണക്കനുസരിച്ച്. അപ്പോൾ ആ വിവരവും വരുന്നുണ്ട് ശ്രീകുമാർ. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ സംവിധാനങ്ങളാകെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് മാറിയിട്ട് ഞാനൊരു ഇടവേള എടുക്കട്ടെ, വളരെ പെട്ടെന്ന്, വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ശരി, ഡോക്ടർ SS ലാൽ, ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ താങ്കളോട് ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എനിക്കറിയാം താങ്കൾ ഒരു അപകടത്തിൽ പരിക്ക് പറ്റി ഈ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താങ്കൾക്ക് ആ ചികിത്സയ്ക്കിടയിലാണ്, വേദനകൾക്കിടയിലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് താങ്കൾ സമ്മതിച്ചതാണ്. അതിൽ എൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ചർച്ചയ്ക്കിടെ. ഡോക്ടർ SS ലാൽ, ഇനി നമുക്ക് പോകാനുള്ളത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് ആരോഗ്യമന്ത്രി വട്ടപൂജ്യമാണ്, പൂജ്യങ്ങളെല്ലാം ആരോഗ്യമന്ത്രിക്ക് ചേർന്നതാണെന്ന് പറഞ്ഞു. അത് വ്യക്തിപരമായി ഉന്നയിക്കേണ്ട ഒരു ആക്ഷേപമായി ഞാൻ അതിനെ കാണുന്നില്ല. മറിച്ച് ഇപ്പോൾ രമേശ് ചെന്നിത്തല അതൊരു രാഷ്ട്രീയ പ്രയോഗം എന്ന നിലയിൽ ഉയർത്തിയ വിമർശനമായിട്ടാണോ ഡോക്ടർ SS ലാൽ താങ്കൾ കാണുന്നത്? ആ തരം വിമർശനങ്ങൾക്ക് അർഹയാണോ നമ്മുടെ ആരോഗ്യമന്ത്രി? അല്ല, രമേശ് എന്ന് പറഞ്ഞു എന്നുള്ളതല്ല, എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. അതിനകത്ത് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പല പൂജ്യങ്ങളും വലിയ അബദ്ധങ്ങളാണ്. ഇപ്പം ആരോഗ്യമന്ത്രി അതിനകത്തൊരു വിദഗ്ധയല്ല, പക്ഷെ അവർക്ക് വിദഗ്ധരെന്ന് പറയുന്നവരാണ് എഴുതി കൊടുക്കുന്നത്. അത് എഴുതി കൊടുത്ത മണ്ടത്തരങ്ങളാണ്. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പേര് മാറ്റിയിരിക്കുന്നതാണ്. നമ്മുടെ സബ് സെൻ്ററുകൾക്കാണ് പേര് മാറ്റിയിരിക്കുന്നത്. ഇതിവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളാണ്. കേന്ദ്ര പദ്ധതിയിൽ പേര് മാറ്റിയപ്പോഴത്തേക്ക് അപ്പോൾ നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ സബ് സെൻ്ററേ ഉള്ളൂ. ഇപ്പം അതിന് വേറെ പേരാണ്, ഈ പേരുകളാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ അങ്ങനത്തെ അബദ്ധങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂജ്യങ്ങൾ പലതും യാഥാർത്ഥ്യമല്ലാതെ ഈ കണക്കൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഒന്നിലും അറിയുന്നവരെ കൊണ്ട് എഴുതിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പരിശോധിക്കണം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ UDFൻ്റെ കാലത്തെല്ലാം പൂജ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം ശരിയായെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, ഏത് നാട്ടിൽ നോക്കിയാലും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ഇടത് ഗവൺമെൻറ്റാണ് ആരോഗ്യം ശരിയാക്കിയാണെങ്കിൽ ഇതിന് മുൻപ് ഗവൺമെൻറ്റുകൾ വന്നിട്ടില്ല, ഇടത് ഗവൺമെൻറ് തന്നെ. അപ്പോൾ ഇത് ആരോഗ്യം എന്ന് പറയുന്നത് ഒരു പാലം കെട്ടുന്ന പോലെയല്ല. ഒരു പാലം കെട്ടുമ്പോൾ ആ പുഴ കടക്കാനുള്ള പ്രശ്നം തീർന്നു, പാലം പിന്നെ 50-100 പോലെ നിൽക്കും. ആരോഗ്യം എന്ന് പറയുന്നത് ഓരോ നിമിഷം മാറുകയാണ്. ഇപ്പോൾ നാളെ ഒരു പുതിയ രോഗാണു ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്. അപ്പോൾ അവിടെ ഒരു അവസാനമില്ല. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാം. ഇതെല്ലാം പുതിയതാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടി, 46 കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ 46 വരെ പ്രവർത്തിച്ചുകൊണ്ടാണ് 47 സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ 46 വരെയുള്ള തള്ളി പറയാൻ പറ്റും. അപ്പോൾ അതൊരു അബദ്ധമാണ്. പിന്നെ ആരോഗ്യമന്ത്രിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയാം അവർക്ക്, പക്ഷേ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള വൈദഗ്ധ്യം അവർക്കില്ല. അവരെ സഹായിക്കുന്ന ഒരു ടീമിൽ അങ്ങനെ വൈദഗ്ധ്യമുള്ളവരില്ല. പിന്നെ രാഷ്ട്രീയമായിട്ടാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മന്ത്രി പറഞ്ഞില്ലേ സിസ്റ്റത്തിന് തകരാറുണ്ട്, ഞങ്ങൾ 4-5 കൊല്ലം പറഞ്ഞു, ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആക്രമിക്കാൻ നിന്നു, കേരളത്തിനെ തകർക്കാൻ നോക്കാൻ നിന്നു. ഞാനും ഇപ്പോൾ ഗോപിക്കും എൻ്റെയും ഇവിടെ ഇരിക്കുന്ന ശ്രീകുമാറിൻ്റെയും കബീറിൻ്റെയും KGMC നേതാവായ ഷിബുവിൻ്റെ ഒക്കെ ആവശ്യമാണ് ആശുപത്രി നന്നാവേണ്ടത്. ഞാൻ ആശുപത്രിയിൽ അപകടം പറ്റി എനിക്ക് ചികിത്സ വേണ്ടി വന്നതാണ് 3 ദിവസം മുമ്പ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. ഇതിനകത്ത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സിസ്റ്റം തകരാറാണ്. അതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം. പക്ഷേ ഇത് പരിഹരിക്കണ്ടേ? പരിഹരിക്കാൻ ആർക്ക് പറ്റും? ഭരണമുള്ളവർക്കല്ലേ പറ്റുള്ളൂ, ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ, മന്ത്രിക്ക് പറ്റുള്ളൂ. അത് പരിഹരിക്കണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നത് അബദ്ധവശാലെങ്കിൽ മന്ത്രി പറഞ്ഞു സിസ്റ്റം തകരാറുണ്ടെന്ന്. അതൊരു തുടക്കമായിട്ട് കാണണം, അതിനവരെ അഭിനന്ദിക്കണം. നമുക്കെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് കേരളത്തിലെ ആരോഗ്യം പ്രശ്നങ്ങൾ പരിഹരിച്ചേ പറ്റുള്ളൂ. ഈ 1-ാം നമ്പർ എല്ലാത്തിലും എന്നുള്ളത് ഈ പഴയ കാരണവന്മാർ ആ പറിച്ചു നിർത്തണം. നമുക്ക് ഇനിയും അതായത് പറഞ്ഞു, പാലം കിട്ടിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ പ്രശ്നം തീർന്നു. ആരോഗ്യം അങ്ങനെയല്ല, എന്നും പുതിയ പ്രശ്നങ്ങളാണ്, രോഗികളുടെ എണ്ണം കൂടുകയാണ്, പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ്. ഇതെല്ലാം പരിഹരിക്കാനുള്ള നിരന്തരമായ പരിശ്രമം വേണം എന്നൊരു ഗവൺമെൻറ് തീരുമാനിക്കണം. ഞങ്ങളെല്ലാം തീരുമാനിച്ചു. ഇത് ഞാൻ ഒരു കാര്യം കൂടി പറയാം,
ഞാൻ ഡൽഹിയിലും ലോകാര്യ സംഘടനയിലും പല രാജ്യത്തും വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. കേരളം എന്ന് പറയുമ്പോൾ പറയാം അവിടെയൊന്നും കൊടുക്കണ്ട, അവിടെ എല്ലാം ശരിയാണ്. 90% മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 91 വലിയ പാടാണ്. അതിന് കഠിനാധ്വാനം വേണം. കേരളത്തിലെ നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ്. ഉത്തർപ്രദേശിൽ 9 കുട്ടികളുള്ളപ്പോൾ നമുക്ക് 1-2 കുട്ടിയേ ഉള്ളൂ. ഇവിടെ ഒരു കുട്ടിക്ക് മരിക്കാൻ പറ്റില്ല. അവിടെ ഒന്ന് മരിച്ച വീണ്ടും 8 ബാക്കിയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്. അവിടെ കേരളത്തിന് ഇനി നേടാൻ ഒരുപാടുണ്ടെന്നാണ് എല്ലായിടത്തും പറയുന്നത്. എല്ലാം നേടി ഞങ്ങൾ നമ്പർ 1 എന്നായെന്ന് പറയരുത്. അത് കേരളത്തിനെ പിന്നോട്ടടിക്കും. ശരി, ഏതായാലും ഈ ഒരു ചർച്ച കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല, പക്ഷേ പരിഹരിക്കാനുള്ള സാധ്യതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായി ഈ ചർച്ചയിലെ നിഗമനങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ മാറട്ടെ. അഭിമാനം അഹങ്കാരവും കൊണ്ട് പറയേണ്ട ഒന്ന് ആയി നമ്മുടെ ഈ കേരളം ആരോഗ്യരംഗത്തെ 1-ാം സ്ഥാനം എന്നത് മാറിയിരുന്നു. പക്ഷേ അതിൽ നിന്ന് ബഹുദൂരം നമ്മൾ പിന്നാക്കം പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയക്കണം, അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തണം. അത് ഒരു സർക്കാർ സംവിധാനത്തിന് മാത്രം കഴിയുന്നതല്ലെങ്കിൽ സമൂഹത്തിന് ഒന്നാകെ പിന്തുണയോടെ അത് ചെയ്യാൻ കഴിയും. അത് ആദ്യം വേണ്ടത് നമുക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പിഴവുകളുണ്ട് എന്ന് സമ്മതിക്കലാണ്. അതിൽ നിന്ന് നമുക്ക് പരിഹാരത്തിലേക്കുള്ള ദൂരം അകലെയല്ല. ആ ദൂരം നടന്നു തീർക്കാൻ നമുക്ക് കഴിയും എന്ന പ്രതീക്ഷ ബാക്കി വെക്കുന്ന ഈ ചർച്ച ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഇനി ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഹോട്ട് ന്യൂസിനുള്ള സമയമാണ്. പ്രജിൻ സി കണ്ണൻ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു ഹോട്ട് ന്യൂസുമായി ഉടൻ. നമസ്കാരം.